ഒരു ഫ്ലവർ നമുക്ക് വളരെ സിമ്പിളായി ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കളർ പേപ്പറും ടിഷ്യൂ പേപ്പറുകളുമാണ് എടുത്തിട്ടുള്ളത്. ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മടക്കിലൂടെ എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇതുപോലത്തെ 2 പീസ് വെച്ചാണ് നമ്മൾ ഒരു ഫ്ലവർ ചെയ്തെടുക്കുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പീസ് ഇതുപോലെ മടക്കി കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഫ്ലവറിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഫ്ലവറിന്റെ ഇതളുകൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. ഇതുപോലെ 2 ഫ്ലവർ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കതിന്റെ ഇതളുകളിൽ സ്കെച്ച് പേന വെച്ച് ഇതുപോലെ വരച്ചു കൊടുക്കണം. സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതളുകളിലെല്ലാം ഇതുപോലെ വരച്ചു കൊടുത്തു. ഇനി നമ്മൾ അതിന്റെ ഒരു ഇതൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം നമുക്കത് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. യെല്ലോ കളർ സ്കെച്ച് പേന വെച്ച് ഫ്ലവറിന്റെ നടുക്ക് ഇതുപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ 2 ഫ്ലവറും കൂടെ ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ വേറെ 2 ഫ്ലവറും കൂടെ നമ്മൾ ചെയ്തെടുത്തു. ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് അതൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും നമ്മൾ കുറച്ച് ഇലകളും കട്ട് ചെയ്തെടുത്തു. അതിന്റെ വെയിൻസിന്റെ ഭാഗങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്തേക്ക് ഒരു കെട്ടുകമ്പിയുടെ പീസ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മളത് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുകയാണ്. കളർ പേപ്പറിൽ നിന്ന് 3 ചെറിയ റൗണ്ട് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. അതിന്റെ മുകളിലായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള 3 ഫ്ലവറും നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഇലകൾ കൂടെ നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായി ആർക്കും ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചെറിയ ഇലകൾ നമ്മൾ അതിന്റെ മുകളിലായിട്ട് ഒട്ടിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയാൻ മറന്നു പോകരുതേ.